അകാലത്തിൽ മരണമടഞ്ഞ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കൈത്താങ്ങുമായി സൗദി അറേബ്യ ദമാം നവോദയ സാംസ്കാരിക വേദി. ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കോട്ടുകര സ്വദേശി അനിൽകുമാറിന്റെ കുടുംബത്തിനാണ് നവോദയ സാംസ്കാരിക വേദി സഹായധനം കൈമാറിയത്. തലക്കോട്ടുകര നായരങ്ങാടിയിലുള്ള അനിൽകുമാറിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൾ ഖാദർ നവോദയ സാംസ്കാരിക വേദിയിലെ അംഗങ്ങൾ സമാഹരിച്ച 5,60,60,000 രൂപയുടെ ചെക്ക് അനിൽകുമാറിന്റെ ഭാര്യ ദിവ്യ, ഏകമകൻ അരുൺദേവ് എന്നിവർക്ക് കൈമാറി. പ്രവാസലോകത്ത് തങ്ങൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായം നൽകുന്നതിന് നവോദയയിലെ അംഗങ്ങൾ മുന്നോട്ട് വന്നത് ശ്ലാഘനീയമാണെന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു. ദമാം നവോദയ ചെയ്യുന്നത് അനിൽകുമാറിൻ്റെ മരണം നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി സാധാരണ നൽകുന്നതിനേക്കാൾ കുറച്ചുകൂടി സംഖ്യ സമാഹരിച്ചുകൊണ്ടാണ് ഇവിടെ നൽകുന്നത്. 5,65,000 രൂപയാണ് ഇന്നിവിടെ 60,000 രൂപയാണ് ഇവിടെ കൈമാറുന്നത്. അനിലിൻ്റെ ഭാര്യയ്ക്ക് സംഖ്യ കൈമാറും. അനിൽകുമാറിന്റെ വിയോഗം മൂലം കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടത്തിന് പരിഹാരമില്ലെങ്കിലും ഇത്തരം പ്രവർത്തനത്തിലൂടെ ചെറിയ ആശ്വാസം നൽകാനേ കഴിയൂവെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. സിപിഐഎം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ. കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം. ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗവും നിയുക്ത എംഎൽഎയുമായ പ്രൊഫസർ സി. രവീന്ദ്രനാഥ്, സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി. ടി. ജോസ്, കെ. എസ്. കരീം, ആൻസി വില്യംസ്, തലക്കോട്ടുകര ബ്രാഞ്ച് സെക്രട്ടറി ചെറിയാൻ, കേരള പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി, പ്രവാസി സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി അബൂബക്കർ, പ്രസിഡന്റ് യു.വി. അനിൽ, നവോദയ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഗുരുവായൂർ നഗരസഭാ കൌൺസിലറുമായ രാമചന്ദ്രൻ, നവോദയ കേന്ദ്ര കമ്മിറ്റി അംഗം മനോജ് റാക്ക, ഏരിയ ജോയിന്റ് സെക്രട്ടറി അപ്സോ, അനിൽകുമാറിന്റെ കുടുംബാംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സൗദി അറേബ്യ ദമാം നവോദയ സാംസ്കാരിക വേദി കോബാർ റീജിയൻ റാക്ക ഏരിയ പ്രസിഡന്റായിരിക്കെ മാതാവിന്റെ മരണവിവരമറിഞ്ഞ് വിദേശത്തുനിന്ന് ലീവിൽ നാട്ടിലെത്തിയ അനിൽകുമാർ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്.